എന്താ ഇതിലെന്താ ചിരിച്ച എന്തോ കഥയുണ്ടല്ലോ സാറേ സാറേ വല്ലാത്തൊരു സൈലൻസ്. നിഖിലിനെ പറയണത് തന്നെ നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ ആണ്. ചാനൽ ഡിജിറ്റൽ മീഡിയയിലെ താര റാണിയാണ്. അനുശ്രീ അല്ലേ? അല്ല അനു അനുശ്രീ അനുവിനെ എനിക്കറിയാലോ. 5 തരം പായസം. ഏതൊക്കെയാണ് 5 തരം പായസം? പച്ചമുളക്, തക്കാളി. അയ്യോ ഞാൻ എന്തൊരു ഫോട്ടോ ചോദിച്ചാണ് ഫസ്റ്റ് ഞങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആരുടെ ഫോട്ടോ ചോദിച്ചു? അല്ല എന്റെ തന്നെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തായിരുന്നു. അപ്പൊ അത് ചോദിച്ചാണ് ഞാൻ മെസ്സേജ്. കള്ളം പാടുവാ. വളയ്ക്കാൻ നോക്കണേന്ന് പറഞ്ഞു. ചേട്ടൻ മിണ്ടില്ലാന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും. എന്താ ലവ് മാരേജിനോടാണോ താല്പര്യം? ആണോ? എനിക്ക് മാരേജിനോട് താല്പര്യമില്ല. ഇല്ല, വേണ്ട. നോ മാരേജ്. വേറൊന്നും പറഞ്ഞവര് വിടില്ലല്ലോ. അനു നിഖിലിനെ ഇന്ന് കാണാൻ കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. എന്റെ കമ്മല് കമ്മല് പോയി. പുതിയ വീട്ടിലല്ലേ ഇപ്രാവശ്യം ഓണം വെക്കാൻ പോണേ? അല്ല, പിന്നെ നാട്ടിൽ തന്നെയാണോ? ഓണം ആയിക്കൊണ്ട് ഇവിടെ അല്ലേ ഓണാഘോഷം? പുതിയ വീട്ടിലല്ലേ? ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. എല്ലാം സെറ്റ് ആയി. എന്താ സമയം ആവാറായിട്ടോ? അവരിപ്പോ എത്തും. ചേച്ചി ടെൻഷൻ ആവേണ്ട. എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യ. ഇതിപ്പോ എല്ലാം പേടിക്കണ്ട. ഇതൊക്കെ പൂവൊക്കെ ഇങ്ങനെയൊക്കെ ഇതായിട്ട് കിടക്കണം. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച വൃത്തിക്ക് ചെയ്യില്ലല്ലോ കെന്ന. ഞാൻ രാവിലെ എണീറ്റപ്പോ തൊട്ട് അത്തപ്പ് ഇടാൻ തുടങ്ങിയതാ. ഇപ്പൊ എല്ലാം നല്ല രാവിലെ നീ മുമ്പേ ആണല്ലോ എണീറ്റ് വന്നത്. പണി ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചത്. വെച്ചു. ഇനി അതൊക്കെ നിൽക്കട്ടെ. സോഫ ഇതെല്ലാം കറക്റ്റ് ടേബിളും ചെയറെല്ലാം നീറ്റ് ആക്കി ഇട്ടോ. ടേബിളിൽ പൂവാണല്ലോ കുട്ടി. ഇതാണോ നീറ്റ് ആക്കി ഇടുന്നേ? ടെൻഷൻ കാരണം ഇത്രയും കൊളാവും. സദ്യ ഭക്ഷണം എവിടെ? ഞാൻ രാജേഷ് ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗസ്റ്റുകൾ വരുമ്പോ കറക്റ്റ് സമയത്ത്. രാജേഷിനെ നീ വീണ്ടും ഏൽപ്പിച്ചോ? ഹലോ 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 കണ്ടോ അവരെത്തി. ഹലോ ഹലോ, നമസ്കാരം. ഇവിടെ നിങ്ങൾ വരെയല്ലേ? അപ്പൊ ഈ എല്ലാം ഒന്ന് റെഡി ആക്കട്ടെ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ഈ കുട്ടിയുടെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യം ശരിയല്ല. ഭക്ഷണം ഇതുവരെ എത്തിയിട്ടില്ല. വരും. എപ്പോ? ഇപ്പൊ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലേ? വിശക്കുന്നില്ലേ? ഇപ്പൊ തന്നെ വരും. സെറ്റ് ആവുമ്പോ തന്നെ വരും. എന്നാ ശരി. അപ്പൊ എല്ലാരും വന്ന സ്ഥിതിക്ക് ഇങ്ങനെ കുറെ നേരം നിക്കട്ടെ. നമുക്ക് ഇരിക്കാം അല്ലേ? ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എങ്ങനെയുണ്ട്? ഞാൻ തത്തപ്പം എങ്ങനെയുണ്ടെന്നാണ്. രാവിലെ കുറച്ചുകൂടെ നന്നായിരുന്നു. അതെ, ഞാൻ രാവിലെ ഇടുന്നു തൊട്ടേ ഇല്ല. വിഷ്ണുവിനോട് എന്തോ പറയാ. എന്താ വിഷ്ണു കൗണ്ടർ ആണല്ലേ? അങ്ങനെയല്ലേ പറയണേ. നിഖിലിനെ പറയണത് തന്നെ നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ ആണ്. ചാനൽ ഡിജിറ്റൽ മീഡിയയിലെ താര റാണിയാണ്. തകടിച്ച്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയോട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്റെ കെന്ന നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയണ്ടേ? ഞാൻ ഇവരെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഞാൻ മറന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പറയൂ. വൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ഓണമേളം 2024 സപ്പോർട്ടഡ് ബൈ ഹാർവിയോറ in association with Milestone Events. ഡയറ്റ് പാർട്ണർ ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചി. അപ്പൊ നമ്മുടെ ഇന്റർ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇരിക്കാം. അപ്പൊ അനു ആ സീറ്റിലേക്ക് പോയിരുന്നോ? അനു വിഷ്ണു അവിടെ ഇരുന്നോ? ഈ അനുമോഹിനി അല്ല, സോറി, നിങ്ങൾ ഇങ്ങോട്ട് വാ. നമുക്ക് ഇവിടെ ഇരിക്കാം. അനു ഇവിടെ ഇരിക്കും. ഒരനു ഇവിടെ, ഒരനുവിനെ അങ്ങോട്ടും വിട്ടു. ക്ലാഷ് ആവാതിരിക്കാൻ. ഓടി 3 അനുസിത്താര. ഓ, അപ്പൊ ഇപ്പൊ അനുസിത്താര അവിടെ പോയി. ഇത് 12th മാൻ അല്ലല്ലോ. 12th മാന്റെ കാര്യമല്ലേ പറഞ്ഞേ? ഞാൻ വിചാരിച്ചു ഇതിന്റെ സെറ്റിൽ നിന്നാ കേട്ടെ. ചേച്ചിക്കല്ലായിരുന്നു ടെൻഷൻ. സദ്യ എവിടെ? ഗസ്റ്റ് വന്നത് ഞാൻ പറഞ്ഞ ആള് എത്തി കഴിഞ്ഞിരിക്കാണ്. രാജേഷ് ചേട്ടാ എന്താണ് വൈകണത്? അയ്യോ, എല്ലാരും എത്തി. ഇത് ആരാ ഇരിക്കണത്? അനുശ്രീ അല്ലേ? അല്ല അനുശ്രീ അനുവിനെ എനിക്കറിയാലോ. ഇത് എന്താ പരിപാടി? നിങ്ങളുടെ വീട്ടിലേക്ക് ഫുഡ് വേണോന്ന് പറഞ്ഞിട്ട് സിനിമ ഇവർക്കായിരുന്ന ഫുഡ്? എങ്കിൽ പായസം ഞാൻ 12 തരം കൊണ്ടുവരില്ലായിരുന്നാ? കറിയാണ് 12 തരം കൊണ്ടുവന്നേക്കണത്. പായസം കൊണ്ടുവന്നിട്ടില്ലേ? പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് പായസം ഇഷ്ടം?
ഏത് പായസം ഇഷ്ടം? എന്റെ പൊന്നൊക്കെ എന്നെ ഞാൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ 5 പാലട തരം വേണം. പായസം രാജേഷ് ചേട്ടനോട് പറഞ്ഞില്ലേ? ഏതാ 5 തരം പായസം. ഏതൊക്കെയാണ് 5 തരം പായസം? പാലട, തക്കാളി, അയ്യോ അയ്യോ അതൊന്ന് അത് സാറേ വിഷ്ണു സാറല്ലേ? നമസ്കാരം സാറേ. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ട് ഞാൻ ഇവർ വീട്ടിലേക്ക് ഫുഡാ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ ഇത്രയും പേരുണ്ടെന്നുള്ള കാര്യം ഇത് എന്താ പരിപാടി എന്താ ഓണായിട്ട്? എന്നെ നീ എത്ര പേർക്ക് സദ്യ പറഞ്ഞേ? നീ ഭക്ഷണം കഴിക്കാതെ ഞാൻ വരുവോ? സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു 5-6 പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. 5 കൂട്ടം പായസം ഞാൻ പറഞ്ഞു, 13 കൂട്ടം കറി പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഉണ്ട് 5 കൂടെ പായസം ഏതൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചത്. പാലട, പാലട, അടപ്രഥമൻ, അടപ്രഥമൻ, പരിപ്പ് പായസം. പരിപ്പ് പായസം. ഫേവറേറ്റ് പറ. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല അനു പറഞ്ഞിട്ടില്ല. ഈ പിന്നെയാണ് എന്നെ എല്ലാം ഓർഡർ ചെയ്തത്. അതല്ല അനു, നിങ്ങളെ കണ്ടോ എനിക്കൊന്നും പറയാനൊക്കെ അല്ല. ഇത് എന്താ പരിപാടി എന്ന് അല്ല പറഞ്ഞത്? ചേട്ടാ, ഇനിയിപ്പോ എന്തെങ്കിലും ആട്ടെ, നിന്റെ കോർഡിനേഷൻ വളരെ മോശമായി പോയിട്ടോ. പരിപാടി എന്താണെന്ന് പറയൂ. അതാ ഞാൻ പറഞ്ഞേ. ഞാൻ എത്ര നേരമായിട്ട് ചോദിച്ചോണ്ടിരിക്കുക എന്താ പരിപാടി എന്താ പരിപാടി എന്ന് പറഞ്ഞു. ഓണസദ്യ കഴിക്കാൻ പോകുന്നു. അത്രേ ഉള്ളൂ. അതെ രമ്യ, ഓണസദ്യയൊക്കെ അവിടെ നിക്കട്ടെ. എനിക്ക് ഇവരെയൊക്കെ കണ്ടതിന്റെ എത്ര സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ സാറേ? മേപ്പടിയാനൊക്കെ സൂപ്പർ ആയിരുന്നു ചേട്ടാ. ഈ എന്താ സാറൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കണം എനിക്ക് പിടികിട്ടില്ല. സാറ് നമ്മുടെ വീട്ടിൽ വന്നതാ, പുതിയ സിനിമ അതല്ലേ ഞാൻ ചോദിച്ചേ, ഏത് സിനിമ? കഥ ഇന്ന് വരെ. എന്നിട്ട് മമ്മൂക്ക എവിടെ? മമ്മൂക്കയോ? പിന്നെ കഥ ഇതുവരെ മമ്മൂക്ക, റഹ്മാൻ, സുഹാസിനെ ഞാൻ കണ്ടവടാണ്. അത് കഥ ഇതുവരെ. വേറെ സിനിമ, ഇത് കഥ ഇന്ന് വരെ. ഇന്ന് വരെയുള്ള കഥയാണ് പറയുന്നത്. സാറിന്റെ പുതിയ സിനിമ എന്തായാലും ഭയങ്കര വിജയമായിട്ട് സാറേ. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നാണ് നിങ്ങളുടെ വീട്ടില്. വീടാന്തരം കയറി സംസാരിക്കണം പടത്തെ കുറിച്ച്. എന്നാ സാറൊക്കെ എന്തായാലും എന്തോ നിഖിൽ എന്തോ തമാശ പറഞ്ഞ് എല്ലാരും കേക്കട്ടെ, ഒന്ന് ചിരിക്കാൻ വേണ്ടി പ്ലീസ് ഒന്ന് പറയും. പറയില്ല, റിപ്പീറ്റ് ഇല്ല എനിക്ക്. എന്നാ വേണ്ട, ഞങ്ങൾ സ്ക്രീനിൽ കണ്ടോളാം. പിന്നെ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ കൊണ്ടുവന്ന സദ്യയാണ്, കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയണം. രാജേഷ് ചേട്ടനെ പറ്റി ഞാൻ നല്ല ഹൈപ്പാണ് എന്റെ ചേച്ചിക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ മോശമായിട്ട് പിന്നേനെ കുറിച്ച് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അല്ല കെന്ന, അങ്ങനെയാണോ പേര്? ഞാൻ ഫോണിൽ പിന്നെന്നാ സേവ് ചെയ്ത് വെച്ചേക്കണത്. ഇവിടെ നടുക്ക് വന്ന് നിക്കുന്ന ഇങ്ങനെ. അല്ല ഞാനിത് ഇവിടെ വന്ന് നിക്കാനായിട്ട് ഞാനിപ്പോ ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കണ പരിപാടിയൊന്നുമല്ല. ഞാൻ ഫുഡും കൊണ്ട് വന്നതല്ലേ. എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാ. പക്ഷെ എനിക്ക് ഈ സാറമ്മ ഇവരെയൊക്കെ കണ്ടതിന്റെ ഒരു സന്തോഷവും ഓണമൊക്കെ ആയിട്ട് സിനിമാ വിശേഷമൊക്കെ കൂടുതൽ ചേട്ടൻ ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റക്കല്ല, എന്റെ പിള്ളേരുണ്ട് വിഷ്ണു സാറേ. പിന്നെ പിള്ളേര് കൂടെ ഉണ്ട്. ഞങ്ങളൊരു ടീമാ വന്നേക്കണം വിളമ്പാനായിട്ട്. നിങ്ങള് റെഡിയാണെങ്കിൽ നമ്മൾ വിളമ്പി തുടങ്ങിയേക്കാം. അപ്പൊ ഞങ്ങൾ റെഡിയാണ്. റെഡിയാണോ? അനു തോന്നുന്നു ഞാൻ അരമണിക്കൂർ മുമ്പേ റെഡിയാ. നല്ല വിശപ്പുണ്ടല്ലേ? ഇത് കഴിച്ചിട്ട് ഇറങ്ങിയാ പോരെ. ഇതുപോലെ ഇവരെ വീട്ടിലോട്ട് വരുമ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് വരണം. എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് പോസ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. എനിക്കിട്ട് മാത്രമുള്ള കൊട്ടേഷൻ ഇവരെ കൂടെ പിടിച്ചു എടുത്തിട്ട് വരട്ടെ. ശരി എന്നാ എടാ മക്കളെ, എടാ ഇലയിട്ടോടാ. നീ അതൊക്കെ നിക്കട്ടെ, നമുക്ക് ഇതിൽ ആരിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. സിനിമ വിശേഷം ഡയറക്ടർ സാർ തന്നെ പറയൂ. സിനിമ വിശേഷം ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ നിഖിലിച്ചിരിക്കുന്നു. അങ്ങനെ വിഷ്ണുവേട്ടനെ അറിയുള്ളൂ എല്ലാം. വിഷ്ണുവേട്ടൻ പറയണം. പറയൂ. ഞങ്ങൾ ചോറുണ്ണും പോകും. അച്ചടക്കമുള്ള ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ പറയുന്ന പോലെ എല്ലാരും അനുസരിക്കും. ഈ ആൻസറിനാശയിലും അനുവിനാണോ നിഖിലേക്കാണോ അനുശ്രീക്കാണോ കൂടുതലായിട്ടുള്ളത്? ആർക്കാണ്? എന്നാലും പറയൂ. വിളിച്ചാൽ ഒറ്റ പറഞ്ഞാൽ പറയുന്നത് പോലെ ടേക്ക് എടുത്ത് നല്ല കുട്ടിയായിട്ട് സെറ്റില് വരുവോ, അഭിനയിക്കോ, ഏൽപ്പിച്ച ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഇവര് മൂന്നില്ല ആരാ? നിങ്ങൾ എന്തായിരുന്നു നിഖിലയുടെ കുഴപ്പം? നിഖില ചേച്ചിയുടെ എക്സ്പ്രഷൻ എന്തോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും പറ, നമ്മൾ ഇത്ര എന്തോ ഉണ്ടല്ലോ. അനുവാണല്ലോ ഫസ്റ്റ് അടിച്ചേ. അനു അച്ചാറ് വെച്ചോട്ടെ. ടച്ചിങ്സ് ആണേ. അയ്യോ അല്ലല്ല ടച്ചിങ്സ് അല്ല. പെട്ടെന്ന് അറിയാണ്ട് നിങ്ങൾ എവിടെയെങ്കിലും സദ്യയിൽ ഉണ്ണിയപ്പം കണ്ടിട്ടുണ്ടോ? ആ ഹോളിഡേയിലെ സദ്യയിൽ ഇതാണ് സ്പെഷ്യൽ ആയിട്ട് എപ്പോഴും ഉണ്ടാവുക. സദ്യയിൽ ഉണ്ണിയപ്പം ഉണ്ടാവും. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇന്ന് നിഖില നമ്മുടെ മൈൽ സ്റ്റോണിന്റെ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ് നിഖില. അതുകൊണ്ടാണ് നിഖിൽ ഇന്ന് ഇവിടെ വന്നിട്ട് മിണ്ടാണ്ടിരിക്കണം. അധികം നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടിയല്ലോ. പക്ഷെ ഇന്ന് അനുവിനെ എനിക്ക് തോന്നുന്നു അനുവും നിഖിലയും ഇന്ന് കാണാൻ കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. എന്റെ കമ്മല് പോയി. ഞാൻ ചോദിക്കാതെ, നിങ്ങൾ ഇത്ര സുന്ദരികളായിട്ട് മേക്കപ്പ് ചെയ്ത് നമ്മുടെ ഹോളിഡേയിലെ ഹോട്ടലിലെ ആ മിററിൽ ഒരുങ്ങിയതിന്റെ ആണോ? അത് അതിന്റെ ആണോ ആണെന്ന് പറയണോ? എന്തെങ്കിലും പറഞ്ഞു ഞാൻ വിളമ്പിക്കോട്ടെ. ആണെന്ന് പറയൂ.
ആ വിഷു പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് സിനിമയുടെ വിശേഷം എന്ന് അല്ല, പറയുന്നത് സിനിമയുടെ വിശേഷമല്ല. ആദ്യം ഇവരെന്തുകൊണ്ട് ഇവരുടെ കുഴപ്പങ്ങൾ, മിസ്റ്റേക്സ് അല്ല അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ റെഡിയായി വരുന്നതിന്റെ ഒരു താമസം. പുതിയ കുട്ടികളല്ലേ, പഠിച്ചു തരല്ലേ. ഓ അങ്ങനെ, അത് നേരത്തെ പഠിച്ചു, എല്ലാം റെഡിയാക്കി. കൂടുതൽ നന്നായി പോയി. 10-13 വർഷം പഴക്കമുള്ള കുട്ടികളാണ്. അല്ല ഇവര് മോശമായിട്ടല്ല, അനു കൂടുതൽ നന്നായിട്ടാണെന്ന് തോന്നി. അനു എന്താ പറയാ, അപ്പം സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് കഥ ഇന്ന് വരെ എന്നാണ് മൂവിയുടെ പേര്. ഒരു ഫാമിലി ലവ് സ്റ്റോറി പരിപാടിയാണ്. അപ്പം എപ്പോഴാണ് ശേഷം ചെയ്യുന്ന നമുക്ക് രണ്ടാമത്തെ സിനിമ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് എന്ന നിലയിലാണ് ഞാനത് തിരഞ്ഞെടുത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവരെ കൂടാതെ ബിജു ചേട്ടൻ വന്നിട്ട് എന്താ ഇന്ന് വരായിരുന്നേ? ബിജു ചേട്ടൻ ചെന്നൈയിൽ ഒരു തമിഴ് പടത്തിന്റെ ഷൂട്ട് നടക്കുക. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് ഫൈറ്റും പരിപാടിയൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല, തിരക്കിലാണ്. പിന്നെ ചെയ്യുന്നത് മേതിൽ ദേവിക ചേച്ചിയാണ്. അപ്പൊ പുള്ളിക്കാരി ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഈ പറഞ്ഞ ഇവരെല്ലാവരും ഉള്ള നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു സിനിമയാണ്. സെപ്റ്റംബർ 20-നാണ് റിലീസ്. അപ്പോൾ സിനിമയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളിപ്പോൾ കേരളത്തിലൊരു 4 ജോഗ്രഫിക്കൽ ടെറൈനിലായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെന്താ പറയാ, നിഖില പറ. പറഞ്ഞോ. ജോഗ്രഫിക്കൽ ടെറൈനിലായിട്ടാണ് നമ്മുടെ സിനിമ. നിഖില എന്താ പിണങ്ങിയിരിക്കണോ നമ്മുടെ മൈൽ സ്റ്റോണിനടുത്ത്? ആണോ? നീ എന്തൊക്കെ കഴിക്കും? ഉപ്പേരി കഴിച്ചു തുടങ്ങും. അനു ഓ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കാതെ കാര്യം പറ. എന്റെ കമ്മലൊക്കെ ശരിയായി, നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല കമ്മല്. എവിടുന്ന് വാങ്ങിയത്? ഞങ്ങളുടെ സ്വന്തമാണ്. ഓക്കെ, എന്താണ് ഞാൻ പറയേണ്ടത്? കമ്മൽ എവിടുന്ന മേടിച്ചത്? കമ്മൽ എവിടുന്ന? ഇവിടെ ഭക്ഷണം. അപ്പോ ഞങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രം, ഞാൻ ഭയങ്കര പ്രൊമോഷനാണ്, ഏറ്റവും പുതിയ ചിത്രം സെപ്റ്റംബർ 20-ാം തീയതി കഥ ഇന്ന് വരെ റിലീസ് ആവാൻ പോവാണ്. അതെ, അപ്പൊ ഞങ്ങളെ പോലുള്ള സുപ്രസിദ്ധ സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന, കൊമ്പ് കോർക്കുന്ന, മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന ചിത്രമാണ്. ഞങ്ങൾക്ക് ആർക്കും വരാത്ത റൊമാൻസ് ആണ് ഞങ്ങൾ എല്ലാവരും. അനു ആയിരുന്നു ഇതിനകത്ത് റൊമാൻസ് ചെയ്യണത്. അനുവാണോ ഇതിനകത്ത്? അനുവും കൂടിയായിരുന്നു. അതൊന്നും ഞങ്ങൾ പറയൂല. ഇത്ര കാല അനുവിനെ കണ്ടിട്ടാണോ നിങ്ങൾക്ക് എത്ര റൊമാൻസിന്റെ ബുദ്ധിമുട്ടെന്ന് അറിയാൻ ഞാൻ ചോദിച്ചതാ. അതൊക്കെ വലിയ കഥകളാണ്, നമുക്ക് കഥ ഇന്ന് വരെയിൽ കാണാം എന്തൊക്കെയായി എവിടെയൊക്കെയായിരുന്നു. ഇവര് വിളമ്പിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്കൊരു പാട്ട് മത്സരം, കാവിലെ പാട്ട് മത്സരം ചെയ്താലോ? ആരാന്ന് വെച്ചാ പാടിക്കോ, ഞാൻ ഇപ്പൊ ചോറുണ്ട്. വിശന്നിട്ട് വയ്യ. കുറച്ചും കൂടെ പരിപ്പ് കുറച്ചും കൂടെ തരാം. എപ്പോഴും ഞാൻ പറയും ഒരു കറിയും കൊണ്ട് വന്നാൽ മതി, 5-6 കറിയായിട്ടാ പറ്റാ. അവര് പെട്ടെന്ന് വിളമ്പാനുള്ള എളുപ്പത്തിന്. അത് എനിക്കത് ചീത്തപ്പേരാവുന്നേ, എന്റെ കാറ്ററിംഗ് പ്രശ്നമാണ്. പാട്ട് മത്സരമാണ് ഇനി അടുത്ത് വരാൻ പോണത്. ഭക്ഷണം കഴിച്ചോണ്ട് നമുക്ക് പാട്ട് മത്സരം. എല്ലാരും വിശന്നിരിക്കാൻ തോന്നുന്നുണ്ട്. ഏയ് തൊണ്ട കുടുങ്ങൊന്നുമില്ല, നമുക്ക് സമയത്ത് കഴിക്കാം. കഴിച്ചോണ്ട് നമുക്ക് പാട്ട് മത്സരം ചെയ്താലോ? ഇവര് പറഞ്ഞാലേ കഴിക്കാൻ പാടുള്ളൂ. നമ്മള് കഴിച്ചു, കഴിക്കാം. സാമ്പാർ വേണം? സാമ്പാർ. അയ്യോ, ഞങ്ങള് പരിപ്പ് നെയ്യ് കിട്ടിയോ? നെയ്യ് കിട്ടി. കിട്ടി. നിഖിലേക്ക് നെയ്യ് കിട്ടിയോ? ആണോ? സാറേ ഞാൻ മേടിച്ചോണ്ട് വരട്ടെ? ബീഫ്, എന്ത് വേണം? ഫിഷ്, എന്ത് വേണം പറ? ബീഫ്, ചിക്കൻ എന്ത് വേണം? അല്ല എന്താ വേണ്ടെന്ന് പറയാം, ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. എന്താ വേണ്ടേ? അപ്പൊ ഞാൻ പാഴ്സൽ ചെയ്ത് തരാം. കാരണം മേടിച്ചിട്ട് വരാൻ താമസിക്കും. വേറെ കാറ്ററിങ്ങിനെ വെക്കാനാ? അത് കഴിച്ചു തുടങ്ങിയില്ല, അതിനു മുമ്പ് എന്നെ ഇവിടുന്ന് വിടുകയാണ്. ഈ ഓണസദ്യക്ക് മീൻ വറുത്തത് പാടില്ല. വിചാരിച്ച് അതെ അതെ അതെ, ഇതങ്ങ് അച്ചാറിൽ വേണം മിക്സ് ചെയ്ത് ഉണ്ണിയപ്പം കഴിച്ചാൽ മതി. കഴിക്കുക, അതേ നടക്കുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ സദ്യ കഴിച്ചോണ്ട് നമ്മൾ ഇവിടെ ഒരു ഓണപ്പാട്ട് മത്സരം നടക്കാൻ പോവാണ്. ഇത് ഞങ്ങളുടെ ടീമും അവരുടെ ടീമും തമ്മിലുള്ള ഒരു മത്സരമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ടീമിൽ ഞങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുന്നുണ്ടാവുക. എല്ലാവരും സീരിയസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ടീം വളരെ എന്താ പറയാ, എല്ലാരും മിണ്ടാട്ടം ഇല്ലാണ്ട് ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ്. പാട്ടാലോചിക്കാണ്. വിഷ്ണു സാർ പറഞ്ഞിട്ട് പാട്ടാലോചിച്ചോണ്ട് കഴിക്കണം. ഫുഡാണ് പ്രയോറിറ്റി. ഞങ്ങള് പാട്ട് പാടിക്കൊണ്ട് സദ്യ കഴിക്കും. അതെ, ആദ്യം രമ്യ ചേച്ചിയുടെ ഞങ്ങളുടെ ടീം. അപ്പൊ അനു പാട്ട് പാടിക്കോ. ഞങ്ങളുടെ കുടുംബത്തിൽ ആകത്തെ ആകെയുള്ള ഒരു ആൺതിരിയാണ്. നമ്മുടെ ടീമില് സാമ്പാർ ഓണം വന്നല്ലോ. പറ്റിയ പാട്ട്. ഓക്കെ, ഞങ്ങള് തുടങ്ങി. ഇനി നിങ്ങളുടെ ടേൺ ആണ്.
ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. അത്രേ ഉള്ളൂ, തീർന്നോ? ഓണപ്പൂവേ പാടിയല്ലോ. ഓണപ്പൂവേ ഓണം. ഓണപ്പാട്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാനും. ഓക്കെ, കഴിഞ്ഞു. ഓണത്തിന്റെ ദേശീയഗാനം പാടിയോടെ അറിയാലേ? പിന്നെ ഉത്രാട ആ പാട്ട് അറിയില്ലേ? അങ്ങനെ എന്തൊരു പാട്ട് ഉത്രാടപ്പൂ നിലാവേ വാ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അല്ലേ? പിന്നെ അപ്പൊ ആ പാട്ട് ഞങ്ങൾ പാടി. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് രമ്യ തന്നെ പാടാതിരിക്കരുത്. പാട്ട് ഒരു വരിയെങ്കിലും പാടണം അല്ലേ? അങ്ങനെ പറഞ്ഞാ പോരെ? എന്നാ ചേട്ടൻ പാട്. ഞാനെതിനാ പാടണത്? അവരുടെ കൂടെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഞാൻ പാടിയല്ലോ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ. ഇനി സാർ പാടിക്കോ. ഇനി ചേട്ടനല്ലേ പറഞ്ഞു കൊടുത്തത്, ഞങ്ങൾക്കും പറഞ്ഞ. ഇത് കൊള്ളാം. എന്നോട് സദ്യ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. തീർന്നു. ചേട്ടന്റെ സപ്പോർട്ട് ഇല്ലാതെ പാടും. അയ്യോ, അതെ അതെ അതെ, എന്റെ സഹായം ഇല്ലാതെ ഒരു പാട്ട് പാടിക്കേ. ഒരൊറ്റ പാട്ട് കൊണ്ടാണോ ഓണത്തിന് ഞാനേ വേറൊരു കാര്യമുണ്ട്. ഓണം മന്നൊരു പാട്ട് ഞാൻ പാടിയാ. പറയട്ടെ, വേണ്ട, ഞാൻ പറയാം. തിരുവാവണി രാവ്. ആ പാട്ട് വരി നമ്മൾ എഴുതണം. ടൂൺ മാത്രമേ തരുള്ളൂ കേട്ടോ. ടൂണേ അവിടെ തരുള്ളൂ. വരി നമ്മൾ എഴുതണം. മനസാഗൻ നിലാവ്. മലയാള പെണ്ണിൻ എനിക്ക് ലിറിക്സ് അറിയില്ല. മലരോ മനസ്സാകെ നിലാവോ, അങ്ങനെ എന്താണ്. എന്തായാലും ഇത് എഴുതിയ സാർ ആരാണെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വരി പറഞ്ഞു പോണം അല്ലേ? ഞങ്ങൾ പാടി. ഇനി നിങ്ങൾ പാടും. ഓണത്തുമ്പി ആഹാ, ഓരോ ഗാനം. കണ്ടാ സാമ്പാർ കൂട്ടി കഴിഞ്ഞപ്പോ കുറച്ച് ഫുഡ് ആദ്യം വന്നപ്പോഴത്തേന് വന്ന്. അതാണ്. ഇനി ഓണത്തിന്റെ പാട്ട് പാടും. ഇനി എന്താ, ഇനി വേണം ഓണപ്പാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണം വരുന്ന, അതായത് ഓണം വരുന്നൊരു പാട്ടുണ്ട്. ഏതെന്നറിയാമോ? മമ്മൂക്ക അഭിനയിച്ചൊരു സിനിമയിലൊരു പാട്ടാണ്. ഏതാ? പാതിരാ കിളി ഒരു പാൽക്കടൽ കിളി വരുന്ന കേട്ടോ. ഓണമായിതാ. ഇത് അവിടെ ഇവിടെ ഇല്ലാതെ ഞാനായിട്ട് പാടിയതാണ്. നിങ്ങൾക്ക് പാടാം. അപ്പൊ ഞങ്ങള് വേറെ പാടണോ ഇനി? പിന്നെ പാടണ്ടേ? പാടല്ലേ? നിഖില ചേച്ചി ഒരു പാട്ട് പാടട്ടെ. നിഖില മിണ്ടാണ്ടിരുന്ന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. ഓണവില്യൻ തമ്പുരു വീട്ടും ആ പാട്ടുണ്ടല്ലോ. പിന്നെന്താ? അതെ, പിന്നെ കാര്യസ്ഥലോ. അതെ. നമുക്കിത് ഞങ്ങളിത് ശരിക്കും പാടാനാണ് പറഞ്ഞത്, പക്ഷെ ഞങ്ങളിത് പറഞ്ഞാണ് തീർക്കണത് കേട്ടോ. എല്ലാരും നന്നായിട്ട് പാടുന്നവരായതുകൊണ്ട് കഴിക്കല്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് പാടി ഹരിപുര പാടിയാണ്. അല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു വീടിന്റെ സംഭവം ഉണ്ട്. അതിന് പുതിയ വീട്ടിലല്ലേ ഇപ്രാവശ്യം ഓണം വെക്കാൻ പോണേ? അല്ല, പിന്നെ നാട്ടത്തെ വീട്ടിൽ. നാട്ടിൽ തന്നെയാണോ ഓണം ആയിക്കൊണ്ട്? ഇവിടെ അല്ലേ ഓണാഘോഷം? പുതിയ വീട്ടിലല്ലേ? അതൊക്കെ എന്റെ നാട്ടിൽ തന്നെയാണോ? കൂട്ടുകാർ. നിഖിലേക്ക് ഇവിടെ ഒരു പുതിയ വീട് വെക്കണ്ടേ എറണാകുളത്ത്? വേണ്ട, എന്താ നിഖില? നിങ്ങൾക്ക് ഹോം ടൂർ ചെയ്യാനല്ലേ? അല്ല, എന്ത് സാധനമൊക്കെ, ഇത്ര സ്നേഹമാണോ മൈൽ സ്റ്റോണിനോട്? പേടിയാ, എല്ലാരും പേടിയാ. എന്നാ അനുവിന് വെക്കട്ടെ. ഞാൻ പുതിയൊരു വീട് വെക്കാൻ ഒരു സംഭവം ഉണ്ട്. ബൈറ്റ് ഹോംസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിനാണെങ്കിൽ നമ്മള് പകുതി പൈസ കെട്ടിയാൽ മതി വീട് വെക്കാനായിട്ട്. പകുതി പൈസ, ബാക്കി പകുതി പൈസ നമ്മൾ തവണകളായിട്ട് അടച്ചു കൊടുത്താൽ മതി. അതാണ് ഏറ്റവും വലിയൊരു ഇത്. അത് എനിക്കറിയാലോ അതിനെ കുറിച്ച്. അവര് ഫ്രീ ആയിട്ട് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും വീട് ബാങ്കിലും അതല്ല, വ്യത്യാസമുണ്ട്. വീട് വെച്ചേ ഉള്ളോ? ചേട്ടൻ ഇപ്പൊ വീട് വെച്ചേ ഉള്ളൂ പുതിയ. അതുകൊണ്ട് വേണ്ട. അപ്പൊ ഇനി വീടിന്റെ ആവശ്യമില്ലെന്ന്. എന്നാലും നമ്മുടെ സാധാരണ ബാങ്ക് ലോൺ പോലെ അല്ല. പറഞ്ഞു കൊടുക്കൂ ബൈറ്റ് ഹോംസ് ഫോർ എന്താന്ന്. അതെ, 50 മാസ തവണകളായിട്ട് ബാക്കി പൈസ അടച്ചാ മതി. ലൈവ് ക്യാമറ ഉണ്ടാവും സൈറ്റില്. സൈറ്റില് നമുക്ക് നമ്മുടെ പണി നടക്കുന്നത് എന്താന്ന് അവർ അപ്ഡേറ്റ് ചെയ്തോണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു തരും. പ്ലാനും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് അല്ല, അവര് കൊച്ചിയിൽ തന്നെയൊന്നുമില്ല, കേരളത്തിലെ പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ എവിടെ വേണമെങ്കിലും ആവാം. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ബൈറ്റ് ഹോംസ് ഫോറിന്റെ ഒരു സംഭവം ഉണ്ട്. അതെ, റെഫർ ചെയ്യാലോ ആർക്കെങ്കിലും. റെഡി ക്യാഷ് ഫുൾ വേണമെന്നില്ല. നിങ്ങളെല്ലാം കോമളത്തരായിട്ട് എടുക്കരുത് കേട്ടോ. നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. സീരിയസ് ആയിട്ട് പറഞ്ഞ വിഷ്ണു, ഇതിനകത്ത് എന്താ പാട്ട്? ഇതിനകത്ത് പാട്ടൊന്ന് പാടിക്കാനു. ഈ സിനിമയില് ഓണത്തിന് വരാൻ പോകുന്ന സിനിമയല്ലേ ഈ സിനിമയിലെ പാട്ട്? അതില് ഓണപ്പാട്ടില്ല. അല്ല, ഓണപ്പാട്ട് വേണ്ട ഈ സിനിമയിലെ. ഞങ്ങള് വേറെ
പഴയ 1-2 പാട്ടുകൾ ഞങ്ങൾ ഇതിലേക്ക് പക്ഷെ ഞങ്ങൾ ഇപ്പോഴേ പറയില്ല. ആ ഉഗ്രം പാട്ടല്ലേ? പറഞ്ഞു കഴിഞ്ഞു. അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചു. ആകെയുള്ള ഈ അനു പറഞ്ഞത് ആ അനു ശ്രദ്ധിച്ചില്ല, അതാ പറ്റിയത്. നമ്മുടെ പഴയ എങ്ങനെ നീ മറക്കുന്നു എന്ന സിനിമയിലെ ദേവദാരു എന്ന് പറഞ്ഞ പാട്ടിനകത്ത് നമ്മൾ വീണ്ടും ഉപയോഗിച്ചു. അത് ആക്ച്വലി കഥയുമായിട്ട് തന്നെ സിനിമയ്ക്ക് എന്താ നീലെന്താ ചിരിച്ച എന്തോ കഥയുണ്ടല്ലോ സാറേ. സാറേ പറയാൻ ഭയങ്കര ഞാൻ പപ്പടം പൊട്ടിച്ചപ്പോ മറ്റേ വല്ലാത്തൊരു സൈലൻസ്. അങ്ങനെ ഇപ്പൊ സിനിമയായിട്ട് തന്നെ ബന്ധമുള്ള ഇതാണ് പാട്ടിനുണ്ട്. അപ്പൊ ആ പാട്ട് വീണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. പഴയ ഒരു നൊസ്റ്റാൾജിക് സോങ് ആണല്ലോ. അപ്പൊ എന്നാ നമുക്ക് ഇന്നിപ്പോ നിങ്ങളുടെ കൂടെ ഈ സിനിമയുടെ തലമൂത്ത ഒരാളും കൂടെ ഉണ്ടല്ലോ, ബീച്ചേട്ടൻ. ബീച്ചേട്ടന്റെ ആബ്സെൻസ് ഉണ്ട് ഇന്ന് ഇവിടെ, അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല. അപ്പം തലമൂത്ത ആളെ കൊണ്ടുവന്നിട്ട് അത് ഡയറക്ടർ സാർ ഉണ്ടല്ലോ. ഡയറക്ടർ സാർ ഇതെല്ലാം വാദോരാതെ ഇത്ര നേരം സംസാരിക്കുകയായിരുന്നു. മൂത്തെന്ന് ഉദ്ദേശിച്ച് പ്രായം കൊണ്ടല്ല, പക്വത കൊണ്ടാണ്. പ്രായം കൊണ്ടും എന്താ പ്രായമായിട്ടില്ല നിങ്ങക്ക്? 30 വയസ്സ് അത്ര കൂടുതല. ഏത് വർഷം? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചെറിയ പയ്യന കാണുമ്പോ കുറച്ച് ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? കല്യാണം ഇങ്ങനെ പൊതുവെ വേറെ കല്യാണം പരിപാടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ തന്നെയാണെങ്കിലും കസിൻസിന്റെ പരിപാടി ഇതൊക്കെ ഉള്ളപ്പോ നിങ്ങൾ പോവാറുണ്ടോ? അതോ ഈ ഒരു നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ് അപ്പൊ പോകുമ്പോ എല്ലാരും അങ്ങനെയുള്ളൊരു വരുമ്പോ പോവാതിരിക്കുവോ? പോവാറുണ്ട്. കൃഷ്ണന്റെ കല്യാണത്തിന് വിളിച്ചില്ലേ? ഇല്ല, ഞങ്ങളെ വിളിച്ചില്ല. കേരളം മുഴുവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് കേരളത്തിലായിരുന്നില്ല അന്നേരം, അതാ വിളിക്കായിരുന്നു. കന്നഡ കല്യാണം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ എന്താ വരാതിരുന്നേ? ഞാനില്ലായിരുന്നു നാട്ടില്. ഇവര് കണ്ണൂര് വെച്ച കല്യാണം. ഇവര് കണ്ണൂര് വെച്ച് കല്യാണം നടത്തിയപ്പോ ഞാൻ എറണാകുളത്തും, ഇവർ എറണാകുളത്ത് വെച്ച് കല്യാണം നടത്തിയപ്പോ ഞാൻ കണ്ണൂരായിരുന്നു. അതാണ് എന്നാ വരാതിരുന്നത്. 2 വർഷവും വിളിച്ചായിരുന്നു. ആണോ? ഓക്കെ. അപ്പൊ ഇനി അവരുടെ കുഞ്ഞുണ്ടാവുമ്പോൾ വിളിക്കും. അതിനായിട്ടൊന്നും നീ വിളിക്കണ്ടായിരുന്നു, വെറുതെ വേണമെന്ന് എന്നെ വിളിച്ചോ. കുഞ്ഞുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. ഈ അനുവും ഇപ്പൊ നിങ്ങൾ 2 അനുമാരും ചേർന്നിട്ട് ഇപ്പൊ കൊറേ സിനിമയിലെ ഇപ്പൊ ആയില്ലേ ചെയ്യണു? 2-3 സിനിമയായില്ലേ? 2 സിനിമ ആണോ? ഇവരിടയ്ക്കിടയ്ക്ക് പലയിടങ്ങളിൽ ഞങ്ങളെ കാണുന്നോണ്ടും കേൾക്കുന്നോണ്ടും തോന്നുന്നതാണല്ലേ? 2ാമത്തെ സിനിമ ആയിട്ടുള്ളൂ. 2 സിനിമ ചെയ്തുള്ളൂ. പക്ഷെ ഞങ്ങൾ അല്ലാതെ ഞങ്ങൾ ഇടയ്ക്ക് എല്ലാവരും കൂടെ കാണാറുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും എറണാകുളത്തൊക്കെ ഉള്ള സമയത്ത് നമ്മളെല്ലാവരും കൂടാറൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴായിരിക്കും സിനിമകളിൽ ഇവരൊരു ഗ്യാങ് ഉണ്ട്, നിഖിലേക്ക് അറിയോ? ഫോട്ടോ കാണാറുണ്ട് ഞാൻ. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഇവര്. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ അങ്ങനെ ട്രിപ്പ് പോയത് എങ്ങോട്ടാ നിങ്ങളുടെ ഗ്യാങ്? കൊടൈക്കനാൽ അല്ലേ? ഇപ്പൊ അടുത്തെങ്ങാനോ? ഭയങ്കര ഗ്യാങ്ങാ ഇവര്. എല്ലാരും ഉണ്ടായിരുന്നോ? അല്ല, എല്ലാരും കിട്ടുന്ന സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആരൊക്കെയാണോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അന്നേരം എല്ലാരും കൂടെ പോകും. ഓക്കെ. അപ്പൊ എന്നാ ബീച്ചന്റെ പറയൂ, ബീച്ചന്റെ ക്യാരക്ടർ എന്താണ്? ബീച്ചറിന്റെ ക്യാരക്ടർ എന്താ പറയാ, ഒരു സർക്കാർ ഓഫീസിലെ ജോലിക്കാരന്റെ റോളാണ്. അതുപോലെ പ്രണയം തന്നെയാണ് സബ്ജക്ട്. ഞാൻ നമ്മുടെ സിനിമ ഒരു ലവ് സ്റ്റോറി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ 2 പേരുടെ ലവ് സ്റ്റോറി കന്നഡ ലവ് മാരേജ് ആയിരുന്നോ? ആയിരുന്നു. ലവ് സ്റ്റോറി പറയ കേക്കട്ടെ. പറയൂ കേൾക്കട്ടെ, ഞങ്ങൾ എല്ലാരും കേൾക്കട്ടെ. വേണ്ട എന്നാലും പറയൂ. പുറത്തറിയാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞില്ലേ? പിന്നെന്താ അതുകൊണ്ട് ചോദിക്കുന്നു, പറഞ്ഞോട്ടെ എന്ന് പറയൂ. കന്നാ കുറച്ച് പറയാം. അതറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊക്കെ ഒന്ന് പ്രേമിക്കാൻ. അനുണ്ട് ഈ അനു ഞങ്ങൾ 2 പേരും കല്യാണം കഴിഞ്ഞ് സെറ്റായി. അതെ, ഇവർക്ക് 2 പേർക്ക് ഇനി പ്രേമിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഫോട്ടോ തൊട്ടിക്കട്ടെ. പലർക്കും അത് മനസ്സിലായിട്ടുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു പറമോളെ കേക്കട്ടെ. അങ്ങനെ വലിയ എവിടെ വെച്ചാ കണ്ട ശാൽബിനെ? ഞാൻ വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു. അപ്പൊ വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു. മൈൽ സ്റ്റോണിൽ തന്നെ. മൈൽ സ്റ്റോണിൽ അവൻ ഇന്റർവ്യൂ എടുക്കായിരുന്നു, ഇവിടെ വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു. അപ്പൊ ജസ്റ്റ് കണ്ടു. ഞാൻ എന്തോ ഒരു ഫോട്ടോ ചോദിച്ചാണ് ഫസ്റ്റ് ഞങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആരുടെ ഫോട്ടോ ചോദിച്ചു? അല്ല, എന്റെ തന്നെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തായിരുന്നു. അപ്പൊ അത് ചോദിച്ചാണ് ഞാൻ മെസ്സേജ്. കള്ളം പാടുവാ. ബാക്കി പറ. അപ്പൊ അത് അയച്ചു തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ അയച്ചു തന്നു. പിന്നെ എന്തോ ഒരു ആളധികം മിണ്ടത്തില്ല, ഞാൻ ഭയങ്കര മിണ്ടുന്ന കൂട്ടത്തിലാണ്. അപ്പം പിന്നെ ഒരു പ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു. ഫോട്ടോ ചോദിച്ചാണോ? അല്ല. അപ്പൊ അത്ര ഇന്നേ വരെ മിണ്ടാത്ത ചേട്ടൻ കുറെ സംസാരിക്കുമ്പോ നമുക്കൊരു ഡൗട്ട് തോന്നൂല്ലോ, എന്താ ഇത്രയും സംസാരിക്കുന്നേന്ന്. അപ്പൊ ഞാൻ സംസാരിച്ചു.
അപ്പം എനിക്ക് എവിടേക്കോ ആ റൂട്ടിലേക്ക് വരണമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു, ഈ ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഇത് നിന്നെ വളയ്ക്കാൻ നോക്കണേന്ന് പറഞ്ഞു. ചേട്ടൻ മിണ്ടില്ലാന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞേ ഇല്ല ചേട്ടൻ അങ്ങനെ മിണ്ടത്തൊന്നും, ഞങ്ങൾ മിണ്ടിയിട്ട് അങ്ങനെ ഒന്നുമില്ല, ചേട്ടനെ കണ്ടാലും അങ്ങനെ അങ്ങനത്തെ തോന്നുന്നൊന്നുമില്ല. അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് പിന്നീട് പറഞ്ഞത് ഞാൻ എന്താന്ന് അറിയാൻ വേണ്ടിയാണ് അന്ന് മീറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ മനസ്സിലാത്ത പോലെ നിന്നു. എനിക്ക് മനസ്സിലായായിരുന്നു അത് റിപ്ലൈ വൈകുമ്പോ എന്താ റിപ്ലൈ തരാത്തേന്ന്. ഇവിടെ നാണം കെടുത്തി ഷാൽവിനിട്ട് പണി കൊടുക്കുകയാണോ നിഖിലൊക്കെ കണ്ടന്റ് വേണോ ഞാൻ തരും. ഷാൽവിൻ പണ്ടൊരിക്കൽ മൈൽ സ്റ്റോണിലെ ഷാജി പാപ്പനിൽ നിഖില ഇന്റർവ്യൂ ചെയ്തതിന്റെ അതിന്റെ പകരം വീട്ടുകയാണ് ഇന്നിപ്പോ നിഖില. അതിന്റെ പൈസ നിനക്ക് ഇപ്പോഴും വരണില്ലേ? അവനാണ് എന്റെ ബീഫ് ഇന്റർവ്യൂ എടുത്തത്. ബാക്കി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം ആളുടെ നെഗറ്റീവ്സ് ആണ് എന്നോട് ആദ്യം പറഞ്ഞത്. അത് പറയണ്ട അറിയാന്ന് പറയുന്നില്ലേ? അല്ല ആദ്യം പറയുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ ആളുടേതായ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആരും അങ്ങനെ പറയത്തില്ലല്ലോ ഫസ്റ്റിലേ തുറന്നടിച്ച് അങ്ങനെ. അപ്പത്തേനും മതി ഇവിടെ കൊണ്ട് നിർത്തുക നല്ലത്. പിന്നെ ഞാനും തിരിച്ചു ഒരു എത്ര അതെ അവിടെ കിട്ടി. എന്താ ലവ് മാരേജിനോടാണോ താല്പര്യം? ആണോ? എനിക്ക് മാരേജിനോട് താല്പര്യമില്ല. ഇല്ല, വേണ്ട, നോ മാരേജ്. 5 മിനിറ്റ് മുമ്പേ കല്യാണം താമസിക്കുന്ന പെട്ടെന്ന് കൈ സോപ്പിട്ട് വേറൊന്നും പറഞ്ഞവര് വിടില്ലല്ലോ. അനുവും അതേ ഒരു സ്റ്റാൻഡിലാണ്, നിഖിലും അതേ ഒരു സ്റ്റാൻഡിലാണ് അല്ലേ? അങ്ങനെയില്ല, എന്നെ ആർക്കും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എനിക്ക് എപ്പോഴും തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. അനു പക്ഷെ കല്യാണമേ വേണ്ടാന്നാണൊരു അങ്ങനെയല്ല, ഇതന്നെ നമുക്ക് എപ്പോഴാണോ തോന്നണേ അപ്പൊ ഞങ്ങൾ കല്യാണം കഴിക്കും. നിങ്ങൾ ചോദിച്ച് കഴിപ്പിക്കണം. വേറെ ആരെങ്കിലും പ്രഷറൈസ് ചെയ്ത് നമ്മളെ അങ്ങനെ നമുക്ക് ഓക്കെ ആണ് ഇത് ഞങ്ങള് പൊളിക്കും എന്ന് തോന്നിയ എന്നൊക്കെ കിട്ടിയ പോലെ നെഗറ്റീവ്സ് ഒക്കെ പറയുന്ന ഒരു ചേട്ടൻ. പക്ഷെ പിന്നെ ലേറ്റ് ആകുമ്പോ ചോദിക്കണം എന്താ മെസ്സേജിന് റിപ്ലൈ തരാതെ പറ്റത്തില്ല. ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ കഴിച്ച് നമ്മുടെ എല്ലാവരുടെയും കൈ ഉണങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് എനിക്ക് പെട്ടെന്ന് കൈ കഴുകാം. എന്തായാലും സെപ്റ്റംബർ 20th കഥ ഇന്നുവരെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ താരങ്ങളാണ്. ഇതൊരു സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു റൊമാൻറ്റിക് മൂവി അല്ലെന്നാണ് ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എവിടേക്കോ എന്തൊക്കെയോ ഇവര് കുറെ നമ്മൾക്ക് പറഞ്ഞു തരാതെ ഇവരിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് തന്നെ അർത്ഥം ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റൊമാൻസോ ഒന്നും ആണെന്ന് തോന്നുന്നില്ല. ഒട്ടും സ്ട്രൈറ്റ് അല്ല, ഞങ്ങൾ ആരും സ്ട്രൈറ്റ് അല്ല. അനുവേ ഉള്ളൂ ഉള്ളതിൽ സത്യം പറഞ്ഞു. അനുവെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കുള്ളൂ. ഇവര് 2 കള്ളികളും ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടേ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സിനിമയെ പറ്റി എന്ത് ചോദിച്ചാലും. അപ്പൊ എന്തായാലും നമുക്ക് സെപ്റ്റംബർ 20th നമ്മുടെ തിയേറ്ററിൽ റിലീസ് ആവാൻ പോണ കഥ ഇന്നുവരെ അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ സദ്യ കഴിച്ചുകൊണ്ട് നമ്മളിരുന്ന് കേട്ടതെല്ലാം. അപ്പോ നമുക്ക് ഇനി ഞങ്ങൾ പോയി കൈ കഴിയട്ടെ, നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു, ബൈ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.